അതിഥിയിലേക്ക്. നമ്മൾ വാർത്തയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എഴുത്തുകാരനാണ് നമ്മുടെ അതിഥി. എഴുത്തുകാരൻ എന്ന വാക്കുകളിൽ ഒതുക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്, അതോടൊപ്പം തന്നെ ഒരു ചലച്ചിത്രകാരനാണ്. ശ്രീ കെ മണികണ്ഠനാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. മണികണ്ഠൻ, വാർത്താപ്പുലരിയിലേക്ക് സ്വാഗതം. മണികണ്ഠനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ വിധിയെ തോൽപ്പിച്ച വിസ്മയങ്ങൾ എന്ന ഈ ഒരു പുസ്തകം തന്നെയാണ് ആദ്യം എല്ലാവരുടെയും മനസ്സിലെത്തുക. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രചോദനകരമായ സംഭവങ്ങൾ ഉണ്ടാകും, വ്യക്തിത്വങ്ങൾ ഉണ്ടാകാം. ആ വ്യക്തിത്വങ്ങൾ തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ പലപ്പോഴും നമുക്ക് സഹായകരമാകുന്നത്. അങ്ങനെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിസ്മയങ്ങളാകുന്ന, പ്രചോദനമാകുന്ന, ഇൻസ്പിറേഷൻ ആകുന്ന ഒരുപാട് ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ ജീവിതങ്ങളെ കണ്ടെത്തുകയും അതൊരു പുസ്തകമായി മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്ത ഒരു ഗ്രന്ഥകാരനാണ് താങ്കൾ. അതോടൊപ്പം തന്നെ പത്രപ്രവർത്തനത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു മാസികയുടെ എഡിറ്ററായി ജോലി ചെയ്യുന്നു. അതിന്റെ വിശേഷങ്ങൾക്കൊക്കെ നമുക്ക് വരാം. ആദ്യം ഈ ഒരു പുസ്തകത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് ഭാരതീയ വിദ്യാനികേതന്റെ CBS സിലബസിൽ അല്ലെ മലയാളം പുസ്തകത്തിൽ 4ാം ക്ലാസ്സിൽ ഈ വർഷം ഒരു പാഠവിഷയം തന്നെയാണ് ഈ ഒരു പുസ്തകം. എന്താണ് ഈ പുസ്തകം എഴുതാനുള്ള ഒരു പ്രേരണ, അതോടൊപ്പം തന്നെ ആ പുസ്തകത്തിലൂടെയുള്ള ഒരു യാത്ര? പുസ്തകം മെന്റർ എന്ന് പറഞ്ഞൊരു മാസികയുടെ എഡിറ്ററായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മാസികയുടെ ഭാഗമായുള്ള ചില യാത്രകൾ, അതിൻ്റെ ലേഖനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ടുള്ള ചില യാത്രകളിൽ കണ്ടെത്തിയ ചില ജീവിതങ്ങളാണ് 11 ജീവിതങ്ങൾ. ആ 11 ജീവിതങ്ങളാണ് ഇതിൽ കുറിച്ചിട്ടുള്ളത്. ഏകദേശം 3 വർഷത്തോളമാണ് ഈ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി എടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുസ്തകം എഴുതുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല അത്തരം ജീവിതങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെ ചമ്രവട്ടം, പൊന്നാനി ചമ്രവട്ടത്ത് ഒരു യാത്രയിലാണ് അവിടെ ഒരു ആശാരിയെ കാണുന്നത്. ആ ആശാരിയെ നമ്മുടെ സുഹൃത്താണ് പറയുന്നത്, അങ്ങനെ ഒരു ആശാരിയുണ്ട്, അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. അപ്പോൾ കണ്ണ് കാണാത്ത ഒരു ആശാരി, നമുക്ക് കണ്ണ് കാണുന്നവരെന്നെ ഒരു ആശാരി ഒരു ഉളി കൊടുത്ത് മേടുമ്പോൾ തന്നെ അത് കയ്യിൽ തട്ടി അത് മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് പലർക്കും. അപ്പൊ അങ്ങനെ കണ്ണ് കാണാത്ത മോശമുള്ള ആയുധം കൊണ്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ അത്തരത്തിൽ കണ്ണ് കാണാത്ത ഒരു ആശാരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് നമുക്കൊരു അത്ഭുതമായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ചു. 28 വർഷമായിട്ട് അദ്ദേഹത്തിന് കാഴ്ച ഉണ്ടായിരുന്നു, പക്ഷെ 28 വർഷമായി പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട് ഇപ്പോഴും അദ്ദേഹം അതേ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയടങ്ങുന്ന കുടുംബത്തെ ഒരു വിധിയെ തോൽപ്പിച്ച ഒരു വ്യക്തി നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കില്ല. ഒരു വിശേഷങ്ങൾക്ക് ഉപരിയായിട്ട് ഒരു സത്യവാചകം തന്നെയായിട്ട് നമുക്കത് പൂരിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നതിലുപരി അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരാൻ നേരത്ത് അദ്ദേഹം പറയുന്നത് കഞ്ഞി കുടിച്ചിട്ട് പോവാം എന്നാ. അപ്പൊ ആ ഷെഡിൽ, ഒരു ആശാരി ഷെഡാണ്, ആ ഷെഡിൽ അദ്ദേഹം മാത്രമാണ് ജോലിക്കുള്ളത്. ഒരുപാട് കൂടുകള്, കട്ടിൽ എല്ലാം പണിത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ഉദ്ദേശിച്ച് പുറത്ത് പോയി എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് കഞ്ഞി കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പറഞ്ഞതെന്നാണ് കരുതിയത്. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ അവിടെ പാചകമുണ്ട്, തൊട്ടടുത്തൊരു സ്റ്റവ് വെച്ചിട്ട് ആൾക്ക് വേണ്ട ഭക്ഷണം ആള് തന്നെ പാചകം ചെയ്യുന്നു ഈ കാഴ്ചയില്ലാത്ത അവസ്ഥയിലും. അപ്പൊ അതൊരു വിസ്മയമായിട്ടാണ് അതന്ന് തോന്നിയത്. അന്ന് അതിനെക്കുറിച്ച് ലേഖനം എഴുതി. അതിനുശേഷമാണ് അടുത്ത വ്യക്തിയെ കാണുന്നത്, നടേശൻ. അദ്ദേഹത്തിനും കണ്ണ് കാണില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴും ജോലി ചെയ്യുന്നത് തെങ്ങ് കയറിയിട്ടാണ് ജോലി ചെയ്യുന്നത്. രാവിലെ അദ്ദേഹം ഭാര്യയും കൂടി പോവും, ആരാണോ വിളിച്ച് അവരുടെ തോട്ടത്തിലോട്ട് പോവും. ഭാര്യ അദ്ദേഹത്തെ തെങ്ങിന് ചൂട്ടിൽ കൊണ്ട് നിർത്തി കൊടുക്കും. അദ്ദേഹം കയറി കറക്റ്റ് ആയിട്ട് ഏതാണോ വിളഞ്ഞ നാളികേരം അത് ഓല എല്ലാം വെട്ടി ഇറക്കും. അത് അവരും ഇങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള 2-3 ജീവിതങ്ങൾ കണ്ടതിന് ശേഷമാണ് ഇത്തരം ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ ഇവരെ മറ്റുള്ള സാധാരണ ജീവിതം നയിക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾ പരിചയപ്പെടേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് പിന്നെ ഇങ്ങനെയുള്ള ജീവിതങ്ങളെ തേടി ഒരു യാത്ര ആരംഭിച്ചു. സാധ്യതകളെ സാധ്യതകളാക്കിയ ചില ജീവിതങ്ങൾ എന്നാണ് ഈ ഒരു പുസ്തകത്തിന്റെ ഒരു ക്യാപ്ഷനായിട്ട് തന്നെ മണികണ്ഠൻ നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രഗത്ഭ ജീവിതങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പലർക്കും അറിയാവുന്നതാണ്, വായനയിലൂടെ അറിയാവുന്നതാണ്. പക്ഷേ ഇത്തരം ജീവിത യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടും കാണാത്ത പോകുന്ന ജീവിതങ്ങൾ, ഇതാണ് ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് പ്രേരണ നൽകുന്നത്, അല്ലേ? കാരണം നിത്യജീവിതത്തിൽ അവർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മണികണ്ഠൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അയ്യോ ഇനി എങ്ങനെ ഞാൻ ജീവിക്കും, ഞാൻ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും എന്ന് ആലോചിച്ച് തളർന്നു പോവുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. പക്ഷേ
ഇത് എൻ്റെ ഒരു കഴിവുകേടല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതൊരു മറ്റൊരു സാധ്യതയായി കണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിത്വങ്ങൾ. തീർച്ചയായും ഇങ്ങനെയൊരു പുസ്തകം എഴുതിയപ്പോൾ ഏറ്റവും കൂടുതൽ മണികണ്ഠന്റെ മനസ്സിനെ സ്പർശിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഇത് തീർച്ചയായും പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം, ഇങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ളവർക്ക് പ്രചോദനമാകണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഏറ്റവും അധികം മണികണ്ഠൻ എത്തിച്ച സംഭവം ഏതാണ്? ഇതിൽ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, തൊരപ്പ മുസ്തഫ എന്ന് പറഞ്ഞ മലപ്പുറം കോടൂർ സ്വദേശി. ഇതിലുള്ള ഒരുവിധം ജീവിതങ്ങളൊന്നും ജന്മന ഡിസേബിൾഡ് ആയ അല്ലെങ്കിൽ ദിവ്യാംഗരായ വ്യക്തികളല്ല. ഇവരെല്ലാം ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായി പല ആക്സിഡന്റ് മൂലം സംഭവിച്ചതാണ്. അപ്പോൾ ഈ തൊരപ്പ മുസ്തഫ എന്ന് പറഞ്ഞ വ്യക്തിക്ക് തന്നെ ഒരു ആക്സിഡന്റിലാണ് അദ്ദേഹത്തിന്റെ അരയ്ക്ക് കീഴെ തളർന്നു പോകുന്നത്. അദ്ദേഹം അതിനുശേഷം എന്ത് ചെയ്യും എന്നുള്ള അറിയാതെ വളരെ ഒരു നിരാശയുടെ ജീവിതത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പറഞ്ഞത്, ഇങ്ങനെ പറ്റില്ല, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, എന്തെങ്കിലും ഇനിയും ചെയ്യാൻ കഴിയും. ആ ഭാര്യ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു ഒരു കണക്കിന്. അതിൽ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നത്. അദ്ദേഹത്തിന് ഒരു അസുഖം വന്നപ്പോൾ അതിനൊരു മരുന്ന് കിട്ടാനില്ല, ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ആയിരുന്നു, ഒരു മരുന്ന് കിട്ടാനില്ല. ആ മരുന്ന് അവിടെ ആ ഭാഗങ്ങളിലെല്ലാം അന്വേഷിച്ചു എന്നാണ് പറയുന്നത്, അവിടെ ഒന്നും കിട്ടാനില്ല. അദ്ദേഹത്തിന് അപ്പോഴും ചിന്ത ഉപയോഗിച്ചു, ആയുർവേദ മരുന്നുകളുടെ ഒരു തോട്ടം നമ്മൾ സൃഷ്ടിച്ചെടുക്കാമെന്ന്. അങ്ങനെ ആക്സിഡന്റിന്റെ ക്ലെയിമായി കിട്ടിയ സംഖ്യ കൊണ്ട് ഒരു ചെറിയ ഭൂമി വാങ്ങി അവിടെ ആയുർവേദ മരുന്നുകൾ വെച്ച് പിടിപ്പിച്ച് ഇന്ന് ഏകദേശം 2 ഏക്കറോളം സ്ഥലത്ത് അദ്ദേഹം ആയുർവേദ മരുന്നുകൾ കൃഷി ചെയ്യുന്നുണ്ട്. 2 ഏക്കറോളം സ്ഥലത്ത് ആയുർവേദ മരുന്നുകൾ കൃഷി ചെയ്യുന്നുണ്ട്. പല പ്രമുഖ ഔഷധശാലകൾക്കും ഇന്ന് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഈ മുസ്തഫയാണ്. അതുപോലെ തന്നെ 800ഓളം കാറുകൾ, കൈകൊണ്ട് മാത്രം ഓടിക്കാവുന്ന കാറുകൾ, അതായത് അരയ്ക്ക് കീഴെ തളർന്നവർക്ക് ഓടിക്കാവുന്ന കാറുകൾ, BMW, ബെൻസ് വരെ അദ്ദേഹം ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ഡൽഹി വരെ കാർ ഓടിച്ചു പോയി ഒറ്റയ്ക്ക് ഒരു റൈഡിൽ പങ്കെടുക്കാൻ. അപ്പൊ ഇദ്ദേഹത്തെയൊക്കെ പരിചയപ്പെട്ടപ്പോ ഈ ജീവിതത്തിൽ ഇങ്ങനെ ആളുകൾ ഉണ്ട്. നമ്മളൊരു ചെറിയ അസുഖം വന്നാൽ നിരാശരായി ആകെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കെല്ലാം. അതിൽ നിന്ന് ഒരു പ്രചോദനം, എപ്പോഴും അതൊരു വിഷാദ രോഗത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും ഒരുപാട് ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു പുസ്തകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ വിദ്യാനികേതൻ ഈ ഒരു സിലബസിൽ ഇത് ഉൾപ്പെടുത്തിയത്, അല്ലേ? കാരണം കുട്ടികൾക്ക് മാഗസീനിൽ ഇപ്പൊ മെന്റർ സുഹൃത്ത് വഴികാട്ടി എന്ന് പറഞ്ഞൊരു മാഗസീൻ, ആ മാഗസീനിൽ ഇത്തരം സ്റ്റോറികളെല്ലാം ചെയ്തിട്ടുണ്ട്, ഇത്തരം സ്റ്റോറികളെല്ലാം വന്നിരുന്നു. പക്ഷെ അതൊരു പുസ്തകമാക്കണം എന്നുള്ള ഒരു ആശയം സത്യത്തിൽ പി സുരേന്ദ്രൻ മാഷാണ് പറയുന്നത്, ഇതൊരു പുസ്തകമാക്കി മാറ്റിയാൽ അത് മറ്റുള്ളവർക്കും കൂടി, അത് ഈ മാഗസീൻ പുറത്തു നിന്നൊരു വായനയുടെ ഒരു തലം കൂടി ഇതിനുണ്ടാവും എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞത് മാഷാണ്. അതോടൊപ്പം തന്നെ എത്രത്തോളം മറ്റ് സാഹിത്യകാരന്മാരുടെയും പ്രശസ്തരുടെ അഭിപ്രായം നേടുകയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സിലബസിൽ ഉൾപ്പെടുത്തുന്നു, കുട്ടികളത് പഠിക്കുന്നു, കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ ഒരു പ്രതികരണം എങ്ങനെ? ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. ഈ പുസ്തകം വായിച്ച് ജോൺ പോൾ, നമുക്കറിയാം പ്രശസ്തനായ സിനിമ ജോൺ പോൾ, തിരക്കഥാകൃത്ത് ജോൺ പോൾ ഒരു കത്തയച്ചിരുന്നു. ഒരു 3 പേജ് വരുന്നൊരു കത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ പുസ്തകം വായിച്ചു, ഈ പ്രായത്തിലും അദ്ദേഹത്തിന് ഇനി എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടി ഈ പുസ്തകത്തിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കത്തുണ്ടായിരുന്നു. അത് ഞാൻ ആ പുസ്തകത്തിൽ ഇപ്പോൾ 2ാം പതിപ്പ് ഇറങ്ങിയപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരും, പ്രമുഖരായ ഒരുപാട് ആൾക്കാരും, മാധ്യമങ്ങളെല്ലാം തന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു. എല്ലാവിധത്തിലുള്ള, അതായത് ഈ പുസ്തകം ആവശ്യമുണ്ട്, ആളുകൾ വായിക്കേണ്ടതാണ് എന്നുള്ളൊരു ധാരണ പൊതുവെ എല്ലാവർക്കും വന്നതിൽ പിന്നെ എല്ലാവരും അതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുസ്തകം തന്നെ പുസ്തകം തന്നെ ഒരു യാത്ര ആണെന്ന് പറയുന്നു. പല യാത്രകളിൽ നിന്ന് കണ്ടുമുട്ടിയ പല ആൾക്കാരുടെ ജീവിതങ്ങൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജീവിതത്തിൽ യാത്ര എന്ന് പറയുന്നതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ജീവിതം തന്നെ ഒരു യാത്രയാണല്ലോ. അപ്പൊ ജീവിതത്തിൽ നമ്മൾ യാത്രയിലൂടെയാണ് നമ്മൾ പലതും പഠിക്കുന്നത്, പല കാര്യങ്ങളും കണ്ടെത്തുന്നത്, പുതിയ അറിവുകൾ തേടുന്നത്. ഇതെല്ലാം യാത്രയിലൂടെ സാധിക്കൂ. നമ്മളൊരു സ്ഥലത്തിൽ ഇരുന്നുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. ഒരുപാട് യാത്രകൾ, ഇപ്പൊ ഇന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി നമ്മൾ പലപ്പോഴും കാണാത്ത പലതും ഇന്ന് അവിടെ കാണാൻ സാധിച്ചു. അത്തരം എല്ലാം നമുക്ക് സംഭവിക്കുന്ന യാത്രയിലൂടെയാണ്. യാത്രയിലൂടെ തന്നെ പുതിയ അറിവുകൾ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. മണികണ്ഠൻ ഒരു പത്രപ്രവർത്തകനായാണ് ഈ ഒരു മാധ്യമ രംഗത്തേക്ക് വരുന്നത്, അല്ലേ? അതിന്റെ ഒരു തുടക്കം എങ്ങനെയാണ്? പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞ് പഠിക്കുന്ന കാലം മുതലേ എഴുത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു മേഖലയോട് വളരെ താല്പര്യമുണ്ട്. അതിനുശേഷമാണ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ PG ജേർണലിസമാണ് ചെയ്തത്. PG ജേർണലിസം ചെയ്ത സമയത്ത് ഞങ്ങൾ ജേർണലിസം ചെയ്യുമ്പോഴായിരുന്നു തൃശ്ശൂർ വെച്ച് സ്കൂൾ കലോത്സവം, സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം തൃശ്ശൂർ വെച്ചായിരുന്നു. അന്ന് ഇതുപോലെ പല ചാനലുകാരും അന്ന് അവിടുന്ന് ജേർണലിസം സ്റ്റുഡൻസിനെ റിപ്പോർട്ടിംഗ് അസിസ്റ്റൻസ് ആയിട്ട് വെക്കുമായിരുന്നു, അവർക്ക് സഹായത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പോയിരുന്നു. അങ്ങനെയാണ് അമൃതയിലാണ് അന്ന് പോകുന്നത്. പക്ഷെ ആ കലോത്സവം കഴിഞ്ഞ് ഉടനെ തന്നെ അമൃത TVയിൽ ജോലിയായിട്ട് ജേർണലിസ്റ്റ് ട്രെയിനിയായിട്ട് ജോലിക്ക് കയറി. ഏകദേശം 1 വർഷത്തിനടുത്ത് അമൃതയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചാനൽ എന്നുള്ളൊരു സംഭവം നമ്മുടെ എഴുത്തിനെ വല്ലാതെ അത്രയ്ക്കൊരു സപ്പോർട്ടീവ് അല്ല, പല സമയത്തിന്റെ പല പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ
ചാനൽ ഉപേക്ഷിച്ച് നേരെ മാഗസിൻ മാഗസിനിൽ സബ് എഡിറ്ററായി ജോലി ചെയ്തു. ഇപ്പോൾ അവിടെ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യും. അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്നു അല്ലേ? അതോടൊപ്പം തന്നെ ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ്. ചിത എന്ന ഹ്രസ്വ ചിത്രം ഒരുക്കിയിരിക്കുന്നു. അത് പ്രേക്ഷകർക്കിടയിലേക്ക് വളരെ വേഗം എത്തും അല്ലേ? എന്നാണ് ആ ചിത എന്ന് പറയുന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിച്ചത്? ചിത എന്ന് പറഞ്ഞാല് അത് ഞാൻ എഴുതിയ ചെറുകഥകളായിരുന്നു. ഒരു 8-10 ചെറുകഥകൾ എഴുതി പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട് പല മാസികകളായിട്ട്. അപ്പോൾ 2012 എഴുതിയൊരു ചെറുകഥയാണ് ചിത എന്ന് പറഞ്ഞൊരു ചെറുകഥ. അതെന്താ വെച്ചാൽ പൊതു ശ്മശാനങ്ങൾ നമ്മുടെ ഒരുപാടുണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്ത് നമുക്ക് പല പത്രവാർത്തകളും വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഭാര്യയുടെ മൃതദേഹം തോളിലേറ്റി പോകേണ്ടി വന്ന ഒരു വാർത്ത നാഷണൽ ശ്രദ്ധ പിടിച്ചുപറ്റിയൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അത്തരം വാർത്തകൾ കണ്ടപ്പോഴാണ് ശരിക്കും ഇതൊരു ഷോർട്ട് ഫിലിം ആക്കിയാൽ കൊള്ളാം എന്നുള്ളത്. അപ്പോൾ 2012 ഇത് എഴുതുമ്പോൾ ഒരു സ്വകാര്യമായ ഒരു ശ്മശാനം, അതായത് ഒരു വ്യക്തി പ്രൈവറ്റായിട്ട് ശ്മശാനം നടത്തുന്നു. അദ്ദേഹത്തിന്റെ ജീവിതമാർഗമായിട്ട് ആ ശ്മശാനമാണ് ഉപയോഗിക്കുന്നത്. അവിടെ വരുന്ന ഡെഡ് ബോഡികൾക്കെല്ലാം വില പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നു. അങ്ങനെയുള്ള ഒരു സംഭവ വികാസത്തിലൂടെയാണ് ആ കഥ നടന്നു പോകുന്നത്. അപ്പൊ അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് ആവശ്യമാണെന്ന്, അത്തരം സംഭവങ്ങൾ ഇനി ഒരു പക്ഷേ സംഭവിക്കാം. ഇനി ഇവിടുന്ന് ഫ്ലാറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉയർന്നു വരുമ്പോൾ ശ്മശാനങ്ങൾ തന്നെയായിരിക്കും ആശ്രയം എന്നുള്ളൊരു അത്തരം ഒരു കൺസെപ്റ്റ് വന്നേക്കാം എന്നുള്ളൊരു മുൻധാരണയോടുകൂടി ചെയ്തൊരു അങ്ങനെ ഒരു ചിത്രം ചെയ്ത് നമുക്ക് ആ ഒരു ഹ്രസ്വ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ കണ്ട് മടങ്ങിയെത്താം. ഏതായാലും സമൂഹം ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് ചിത എന്ന ഡോക്യുമെന്ററി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിൽ ഇതിനെ ഒതുക്കാതെ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് തന്നെ ഇതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ ഒരു അനുഭവം എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇതിന്റെ അണിയറ പ്രവർത്തകർ, അതിന്റെ ആ ഒരു ഷൂട്ടിംഗ് അനുഭവങ്ങൾ എങ്ങനെയാണ്? അല്ല, ഈ ഒരു ചിത എന്ന് പറഞ്ഞ ഒരു കഥ ഷോർട്ട് ഫിലിം ആക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, എടപ്പാളിലുള്ള സുഹൃത്തുക്കൾ, ഉത്തമൻ കാടഞ്ചേരി, അങ്ങനെ ഒരു സംഘം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരാണ് പറഞ്ഞത് നമുക്ക് ഒരു ഷോർട്ട് ഫിലിം ആക്കാം, അതിനുവേണ്ടിയുള്ള ഒരു സഹകരണം അവരുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സഹകരണം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അഞ്ജു എന്ന് പറഞ്ഞ കുട്ടി എടപ്പാളിലുള്ള ഒരു കുട്ടിയാണ്. രഞ്ജൻ എടപ്പാളിലുള്ള കക്ഷിയാണ്. അപ്പോൾ അങ്ങനെയുള്ള, അതേപോലെ ഞങ്ങളുടെ വെന്റർ മാസികയുടെ എഡിറ്റർ വിനോദ് കോട്ടയിൽ, അപ്പോൾ ഇവരൊക്കെ തന്നൊരു സപ്പോർട്ടുണ്ട്. അത് ഈ ഒരു സാധനം ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ട് അവർ തന്നൊരു സപ്പോർട്ടാണ് ശരിക്കും ഈ ഒരു ചിത്രം പൂർത്തിയാവാൻ തന്നെ കാരണം. ഇതിന്റെ ക്യാമറയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉത്തമേട്ടനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു സപ്പോർട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ലഭിച്ചു, എടപ്പാളിൽ നിന്ന് ലഭിച്ചു. അപ്പൊ അതിന്റെ ഒരു ഫലമാണ് ശരിക്കും ഈ ഒരു ചിത്രം. ഒരു സൗഹൃദത്തിന്റെ കൂട്ടായ്മ തന്നെയാണ് ഇത് വളരെ വേഗത്തിൽ തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എടപ്പാള് തന്നെ ഇതൊരു പ്രദർശനം വെച്ചതിന് ശേഷം പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അത് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ സ്ക്രിപ്റ്റ് ഏകദേശം കഴിഞ്ഞു. അതിന്റെ കാസ്റ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് 1.5 മണിക്കൂറോളം വരുന്ന കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സിനിമ. എന്താണ് അതിന്റെ ഒരു സസ്പെൻസ് അവിടെ നിൽക്കട്ടെ, എന്നാലും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല, കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന പല ആകാംക്ഷകളുണ്ട്, കുട്ടികൾക്ക് മാത്രം വരുന്ന കുറെ സന്തോഷങ്ങളുണ്ട്. അപ്പൊ അവയൊക്കെ കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് ബാല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പഴയൊരു ബാല്യം, ഇപ്പൊ എന്റെ ഒന്നും ചെറുപ്പത്തിലുള്ള ഒരു ബാല്യം ശരിക്ക് എന്റെ ചെറിയ അനിയന്മാർ അനുഭവിച്ചിട്ടില്ല. ഇന്ന് വരുന്ന കുട്ടികൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൽ നിന്ന് അവർക്ക് കിട്ടാതെ പോകുന്ന പല അറിവുകളും ഉണ്ട്. കാരണം അത് ഇനി കാണാൻ പറ്റുമോ എന്നുള്ളത് പോലും ഒരു പക്ഷേ അറിയില്ല. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് നമ്മുടെയൊക്കെ ബാല്യം എങ്ങനെയായിരുന്നു പോയിരുന്നത്. അപ്പൊ എന്റെ അച്ഛൻ എന്നോട് പറയാറുണ്ട്,
അച്ഛന്റെ ബാല്യം എന്തായിരുന്നു, അല്ലെങ്കിൽ അമ്മയുടെ ബാല്യം എന്തായിരുന്നു. അപ്പൊ അന്ന് അവർക്ക് കുട്ടിക്കാലത്ത് അവർ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളും യാതനകളും അല്ലാത്ത രീതിയിലുള്ള അന്നത്തെ ഉണ്ടായിരുന്ന നല്ല തറവാട്ടുകളിലെ വീട്ടുകളും, അപ്പൊ അങ്ങനെയുള്ള ഒരു ബാല്യം ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ അന്ന് എത്ര പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അവരെല്ലാം ബാല്യം ശരിക്കും ആസ്വദിച്ച് വളർന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഇന്ന് ആർക്കും അത്തരം ബാല്യം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിലൂടെയാണ് നമ്മുടെ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മണികണ്ഠൻ എഴുത്താണ് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആദ്യം ഒരു ദൃശ്യമാധ്യമ രംഗത്ത് വന്നു, പിന്നീടാണ് എഴുത്താണ് കൂടുതൽ വഴങ്ങുക, മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തുറന്നു പറയാനുള്ള ഒരു മാധ്യമമായിട്ട് എഴുത്താണ് നല്ലത്, അതുകൊണ്ടാണ് അതിൽ നിന്ന് മാറി നിന്നിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ദൃശ്യമാധ്യമത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണ്. അതായത് ഒരു ചെറിയ ക്യാൻവാസിൽ നിന്നും വലിയ ക്യാൻവാസിലേക്ക്, അതായത് മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നതിനൊപ്പം അത് ദൃശ്യമായി കാണിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ ഉത്തമമായ ഒരു മാർഗം, കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം. ആ ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണോ ഇങ്ങനെയൊരു തിരിച്ചുവരവ്? അതായത് ഇന്നത്തെ ഒരു ടെക്നോളജി അത്രയും വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പുസ്തകത്തിന് ഇന്ന് റീഡിംഗ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പുസ്തകങ്ങളുടെ സെയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, മുൻകാലങ്ങളിലേക്ക് പുസ്തകത്തിന് സെയിൽ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്ര കണ്ട് വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും പുസ്തകങ്ങൾ വാങ്ങി വെക്കുക ഒരു ട്രെൻഡ് കൂടിയാണ്, ട്രെൻഡായിട്ട് ഒരുപാട് അത് സെയിൽ നോക്കി അറിയാൻ പറ്റും. പുസ്തകത്തിന്റെ സെയിൽ വരുമ്പോൾ അതിന്റെ വില നിലവാരം ഒരുപാട് പുസ്തകങ്ങൾ അങ്ങനെ വാങ്ങി വെച്ച ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു വീഡിയോ ഇത്തരം സിനിമകളും ആവുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു സൗകര്യമുണ്ട്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞ ഘട്ടത്തിൽ ഒന്ന് ചോദിച്ചോട്ടെ, താങ്കളൊരു മാസികയുടെ അസിസ്റ്റന്റ് എഡിറ്റർ കൂടിയാണ് അല്ലേ? അപ്പോൾ ആ ഒരു മാസിക അതൊരു സുഹൃത്തും വഴികാട്ടിയും എന്ന രീതിയിലുള്ള ഒരു മാസികയാണല്ലേ? ആ ഒരു മാസികയെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും, ഒപ്പം ഇപ്പോൾ ഒരുപാട് മാസികകൾ നമുക്ക് മുന്നിലുണ്ട്, നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അത് പലതും നമുക്ക് പരമ്പരാഗതമായി നമ്മൾ വായിച്ച് ശീലിച്ചതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ചില മാസികകൾ നമുക്ക് വായനയിൽ ഒതുങ്ങുക എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഗുണം കിട്ടാത്ത പല മാസികകളുണ്ട്, വായിച്ചു പോകാം, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ നമുക്ക് ചോയ്സ് ഉണ്ട്. അപ്പം അതിൽ നിന്നും ഒരു മാസികയുടെ അസോസിയേറ്റ് എഡിറ്റർ എന്ന രീതിയിൽ എങ്ങനെയാണ് അത്തരം ഒരു നിലപാടുകളെ കാണുന്നത്? പ്രത്യേകിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നു, പക്ഷേ പലപ്പോഴും അതിൽ ചിലത് മാത്രം വായിക്കപ്പെടുന്നു. അത് മെറ്റർ എന്ന് പറഞ്ഞ മാസിക വിനോദ് കോട്ടയിലാണ് ചീഫ് എഡിറ്റർ. അദ്ദേഹത്തിന്റെ ഒരു ആശയം എന്നോട് പങ്കുവച്ചപ്പോൾ തന്നെ അതിനോടൊരു താല്പര്യം തോന്നി. കാരണം ഇത്തരം ഒരു മാസിക നമുക്ക് ആവശ്യമാണ്. മെറ്റർ സുഹൃത്തും വഴികാട്ടിയും ദ കംപ്ലീറ്റ് മാഗസിൻ ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നാണ് അതിന്റെ ക്യാപ്ഷൻ തന്നെ. അതായത് വ്യക്തിത്വ വികാസത്തിന് നമുക്ക് എത്ര കൊണ്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടെന്ന് മലയാളത്തിൽ മറ്റുള്ള മാഗസിൻസ് ഒന്നുമില്ല. ഇംഗ്ലീഷിൽ ചില മാഗസിൻസ് വരുന്നുണ്ട്, മലയാളത്തിൽ അത്ര മാഗസിൻസ് ഇല്ല. അപ്പൊ അത്തരത്തിലൊരു ആശയം പങ്കുവെച്ചപ്പോൾ നമുക്കത് എന്തായാലും ആവശ്യമാണ്, അത് സമൂഹത്തിന് ആവശ്യമാണെന്നുള്ള ഒരു കൃത്യമായ ധാരണ കൊണ്ട് തന്നെയാണ് അതിലോട് ജോയിൻ ചെയ്തതും ഇന്നും അതിന്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വരുന്നത് ഇത്തരം നമ്മുടെ വിധിയെ തോൽപ്പിച്ച ഇത്തരം ജീവിതങ്ങൾ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പാരന്റിങ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാരന്റിങ് ക്ലാസ്സുകളെ കുറിച്ചും പാരന്റിങ്ങിനെ കുറിച്ച് രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ലേഖനങ്ങൾ, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് കൊടുക്കുന്നതിനോ അത്തരത്തിലുള്ളൊരു സെഗ്മെന്റ്, അല്ലാതെ അതിൽ സാഹിത്യമായിട്ടോ സിനിമയായിട്ടോ അത്തരം സെഗ്മെന്റിലൂടെ നമ്മൾ കടന്നിട്ടില്ല. കാരണം അതിന് ഒരുപാട് മാഗസിൻസ് അവൈലബിൾ. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായി ഇത്തരത്തിലുള്ള ഒരു സെഗ്മെന്റ്, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരു വ്യക്തിയെ പൂർണ്ണമായി ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ആക്കി എടുക്കുന്ന ഒരു വായനയിൽ ഉപരിയായിട്ട് ഒരു ജീവിതത്തിന്റെ ഒരു മാർഗദർശനം എന്ന രീതിയിൽ തന്നെയാണ്, ഒരു മാർഗദർശി വഴികാട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ മാഗസിൻ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ചെറുകഥയിലേക്ക് വരികയാണെങ്കിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഒരുപാട് ചെറുകഥകൾ എഴുതിയിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ചെറുകഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കഥ, ആ കഥ നമുക്ക് ഒരു ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ചെറുകഥയുടെ ഒരു പ്രത്യേകത തന്നെയാണത്. ചെറുകഥയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്. കാരണം ഒരു ചെറിയ പ്രതലത്തിൽ ശക്തമായ ഭാഷയിൽ അത് എഴുതണം. പക്ഷെ അതോടൊപ്പം തന്നെ ചെറുകഥയ്ക്ക് അതിൻ്റെതായ പരിമിതിയുണ്ട്. അത് ശക്തമായ ഭാഷ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ പ്രതലത്തിൽ ആ ഒരു ആശയം സംവേദനം ചെയ്യപ്പെടണം എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ചെറുകഥയിൽ നിന്നും ചിത എന്ന് പറയുന്ന ഹ്രസ്വ ചിത്രത്തിലേക്ക് എത്തുന്നു, പിന്നീട് ഒരു സിനിമയുടെ തയ്യാറെടുപ്പുകളിലേക്ക് എത്തുന്നു. അതിന്റെ ഒരു മാറ്റം എങ്ങനെയാണ്? ഒരു എഴുത്ത് അത് ഒരു വലിയ അഭ്രപാളികളിലേക്ക്, ഒരു വലിയ ക്യാൻവാസിലേക്ക് എത്തുമ്പോഴുള്ള ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ അനുഭവിച്ച ആ ഒരു അവസ്ഥകൾ എന്തൊക്കെയാണ്?
അല്ല, നമ്മളെ സംബന്ധിച്ച് ഒരു ആശയം നമുക്ക് ചെറുകഥയായാലും നോവലായാലും സിനിമയായാലും എന്തായാലും ആദ്യം ഒരു കണ്ടന്റ്, ഒരു ആശയമാണ് നമുക്ക് മനസ്സിൽ രൂപപ്പെടുന്നത്. ആശയത്തെ നമ്മൾ ഏത് രീതിയിൽ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. അത് നോവലായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ നോവലിൻ്റെതായ രീതിയിൽ നമുക്ക് അതിനെ വളർത്തിയെടുത്ത് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു ചെറുകഥയ്ക്ക് നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവാം, ഇത് ചെറുകഥയ്ക്ക് പറ്റുന്ന ഒരു തീമാണ്, ഇത് ചെറുകഥയായാൽ പറഞ്ഞാൽ ഇതിനൊരു ഭംഗിയുണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മളത് ചെറുകഥയാക്കി മാറ്റുന്നു. ആ ചിത എന്ന് പറഞ്ഞ ചെറുകഥയും അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളുടെ ചിത്രമായി വരുന്നതും അതും ഒരു ചെറുകഥയെ ഭാഗമായി തന്നെ ഒരു ചെറുകഥയായി എഴുതി വെച്ച ഒരു പെരുന്നാൾ നിലാവ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച ഒരു ചെറുകഥയാണ്. അതിനെ വേറൊരു പേരിൽ കുറച്ചും കൂടി വലിയൊരു ക്യാൻവാസിലോട്ട് മാറ്റി എന്ന് മാത്രം. അത്രയേ ഉള്ളൂ ഈ സിനിമയിലോട്ട് വരുമ്പോൾ. എന്ത് ആശയം ഏതൊരു ആശയമായാലും രൂപപ്പെടുന്ന ഒരു ചെറിയ കണ്ടന്റ് തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ചില യാത്രകളിലോ അല്ലെങ്കിൽ നമുക്ക് ചില അവസരങ്ങളിൽ ചില ഫംഗ്ഷനുകളിലൊക്കെ രൂപപ്പെടുന്ന ചെറിയ കണ്ടന്റ്. ആ ഒരു ചെറിയ കണ്ടന്റിനെ നമ്മൾ ഏത് രീതിയിലോട്ട് മാറ്റിയെടുക്കുന്നു എന്നുള്ളത് ചെറുകഥയായാലും നോവലായാലും സിനിമയായാലും എല്ലാം മാറുന്നത് അവിടെ നിന്നാണ്. ഒരു കണ്ടന്റിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ഇന്ന് പല എഴുത്തുകളും വരുന്നുണ്ട്, പ്രത്യേകിച്ച് ചെറുകഥയായി കഴിഞ്ഞാലും നോവലുകളായി കഴിഞ്ഞാലും. വായന മരിക്കുന്നു എന്ന ഒരു ഭാഗത്ത് മുറവിളി ഉണ്ടാകുമ്പോൾ വായന മരിക്കുന്നില്ല എന്നതിന്റെ നേർസാക്ഷ്യങ്ങളായി ഒരുപാട് കൃതികൾ ഉണ്ടാകുന്നുണ്ട്, അല്ലേ? പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു പുസ്തകശാലയിൽ പോയാൽ അല്ലെങ്കിൽ ഒരു പുസ്തക പ്രദർശന മേളയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കൈ അറിയാതെ എത്തുന്നത്, അവരുടെ നോട്ടം എത്തുന്നത് ഇപ്പോഴും നമ്മൾ MTയുടെയും ബഷീറിന്റെയും അല്ലേ കാരൂരിന്റെയും ഒക്കെയുള്ള ആ കൃതികളിലേക്കാണ്. ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ എന്താണ് അങ്ങനെ ഒരു എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ മനസ്സിപ്പോഴും അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ കാരണം? പ്രത്യേകിച്ച് ഭാഷയുടെ ഒരു ലാളിത്യമാണോ അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ പല എഴുത്തുകാരുടെ ഒരു പ്രത്യേകത ഒരു ദുർഗ്രഹമായ ഒരു രീതിയിലേക്ക് എഴുത്തിനെ കൊണ്ടുവരിക, എങ്കിൽ മാത്രമേ എനിക്ക് ശ്രദ്ധിക്കപ്പെടാൻ സാധിക്കൂ എന്നുള്ളൊരു ചിന്ത പല എഴുത്തുകാരും വെച്ച് പുലർത്തുന്നോട് തോന്നുന്നു, അല്ലേ? ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ അതേക്കുറിച്ചുള്ള എന്താണ് പറയാനുള്ളത്? അങ്ങനെ പറയാൻ പറ്റില്ല. ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ട് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ മറ്റേ യൂട്യൂബിൽ വായിക്കാം, ഫേസ്ബുക്കിൽ വരുന്നുണ്ട്, ബ്ലോഗുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു വായനയ്ക്ക് ഒരുപാട് തലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ MT എഴുതുന്ന സമയത്തോ അല്ല അതുപോലെ തന്നെ C രാധാകൃഷ്ണൻ സാർ എഴുതുന്ന സമയത്ത് അത്തരം എഴുത്തുകാരുടെ സമയത്ത് ഇത്തരം സാങ്കേതിക വിദ്യകളില്ല, പുസ്തകം മാത്രമായിരുന്നു ഒരു ആശ്രയം. പക്ഷെ ഇന്ന് ന്യൂ ജനറേഷൻ എഴുത്തുകാരെല്ലാം ഇത്തരത്തിലുള്ള ടെക്നോളജിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, അമീഷ് ത്രിപാഠി ആയാലും ചേതൻ ഭഗത് ആയാലും വലിയ IIM-ൽ പഠിച്ച് അവിടെ ഒരു വലിയൊരു ജോലി രാജിവെച്ചിട്ടാണ് അവർ എഴുത്തിലോട്ട് തിരിഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരുടെ പുസ്തകങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. അപ്പൊ ഇന്ന് പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്, എല്ലാ രീതിയിലുള്ള വായനയും നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ വായനകൾക്ക് പല മാധ്യമങ്ങളുള്ളത് കൊണ്ട് പല രീതിയിലായി പോകുന്നു മാത്രം. പിന്നെ നമ്മളെ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് ലോകത്തുള്ള പുസ്തകത്തിന്റെ ആ 1% മാത്രമേ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്ന് പറയുന്നുള്ളൂ. ലോകത്തുള്ള മൊത്തം പുസ്തകത്തിന്റെ 1% മാത്രം, ബാക്കി 99% പുറത്ത് കിടക്കുക ഇനിയും വായിക്കാൻ. ഒരു ജന്മം കൊണ്ടും നമുക്ക് എഴുത്തിനെ കുറിച്ചും ചലച്ചിത്രത്തെ കുറിച്ചും ഒക്കെയും പത്രപ്രവർത്തനത്തെ കുറിച്ചും ഒക്കെ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നമുക്ക് സമയം കഴിഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മറ്റൊരു അവസരത്തിലാകട്ടെ. ഇനിയും പുസ്തകങ്ങൾ ഇറങ്ങാനുണ്ട്, ഇനിയും ചലച്ചിത്രങ്ങൾ ഇറങ്ങാനുണ്ട്. അതൊക്കെയും പ്രേക്ഷകരായാലും ആസ്വാദകരായാലും ഇരുകൈയും നീട്ടി സ്വീകരിക്കട്ടെ. ഒരു വലിയ ഭാവി ഈ ഒരു 2 മേഖലയിലായി കഴിഞ്ഞാലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ വാർത്താപുലിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാം. സന്തോഷം. ഏതായാലും വാർത്താപുലിയിൽ ഒരു ചെറിയ ഇടവേള കൂടി. Varta Pulidi, celebrated by Next Generation Smartphones, M Phone.